ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എൽ പി എസ് എ 2026 നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന് വേണ്ടി എങ്ങനെയാണ് പഠിക്കുന്നത്, CC എന്താണ് LPSA UPSAക്ക് പഠിപ്പിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 10ാമത്തെ വർഷമാണ്. ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ കേരളത്തിലെ തന്നെ ഫസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ കേറ്ററ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ തുടങ്ങിയപ്പോൾ ആദ്യത്തിലെ ക്ലാസ്സുകൾ തൊട്ട് കേറ്ററ്റ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളാണ്. അപ്പം ഓൺലൈനിൽ ഞങ്ങൾ കേറ്ററ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ടുള്ള ഒരുപാട് കുട്ടികൾ, അന്ന് പാസ് ഔട്ടായ കുട്ടികളുടെയൊക്കെ നിരന്തര ആവശ്യമായിരുന്നു LPSA UPSA ഓൺലൈനിൽ തുടങ്ങണം. ശരിക്കും ഓൺലൈനിൽ ഒരു ക്ലാസ് നൽകുമ്പം ഞാൻ ഇന്നും അന്നും ഒക്കെ ആലോചിക്കുന്നത്, വരുന്ന കുട്ടി എന്ന് പറയുന്നത് മിക്കപ്പോഴും പുറത്തേക്ക് പോയി ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി പഠിക്കാനോ അല്ലെങ്കിൽ അതിന് സാധിക്കാതെ വരുമ്പോഴാണ് അവർ ആ സമയങ്ങളിൽ കൂടുതലായിട്ട് ഓൺലൈൻ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈനിൽ ഒരു ക്ലാസ് കാണുമ്പം അവർക്ക് ബോറടിക്കാതെ ക്ലാസ് കാണണം, അതോടൊപ്പം തന്നെ അവർക്ക് ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടുകയും ചെയ്യണം. ഇതാണ് കോമ്പറ്റിറ്റീവ് ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ട് ഞങ്ങൾ ക്ലാസ്സുകളിൽ നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇന്നും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. LPSA UPSAയിലേക്ക് വരുമ്പം കഴിഞ്ഞ തവണകളിലെ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള നിരവധി റാങ്കുകൾ ഞങ്ങൾക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചു. ആ കുട്ടികളെയൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയത്, നിങ്ങൾ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ആദ്യം നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണം. കാരണം പലവിധ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ചില സമയങ്ങളിൽ ഇതിൻ്റെ നിയമനങ്ങൾ ഉച്ചിഴയുന്ന വേഗത്തിലായിരിക്കും, ചിലപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് നടക്കും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ ഒരു ഈ തൊട്ട് പോയത്തെ ആഴ്ചയിൽ നടന്ന ഒരു കാര്യമാണ്, 409 വേക്കൻസികൾ നമ്മുടെ കേരള ബാങ്കിലേക്ക് വന്നു. 409 വേക്കൻസികൾ. അതിലുള്ള കുട്ടികൾ ഞങ്ങളുടെ ഫാക്കൽറ്റി ആയിട്ട് പോലും വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർ ഭയങ്കര നിരാശയിലായിരുന്നു. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്, 6 മാസമായി 7 മാസമായി നിയമനം നടക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നവർക്ക് ഒറ്റയടിക്ക് 409 പേർക്കാണ് പോയത്. അപ്പോൾ PSC അതാണ്. ചില സമയം ഇപ്പോൾ LPSA UPSA ചില സമയങ്ങളിൽ ഒച്ച ചെയ്യുന്ന പോലെ നടക്കും. ഇന്നലെ ഞങ്ങളുടെ ഒരു കുട്ടി ഇടുക്കി ജില്ലയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ പലപ്പോഴും അപ്പോൾ നമുക്ക് നിയമനങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പലപ്പോഴും കുട്ടിയുടെ നമ്മൾക്ക് ഒരു PSC ആസ്പിരൻ്റിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് പല കാറ്റഗറിയിലായിരിക്കും, പല ഒരു സെക്ടറിലൂടെ കടന്നു പോകേണ്ടി വരും. അതാണ് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഉച്ചഴിയുന്ന വേഗത്തിൽ, ചിലപ്പോൾ ഫാസ്റ്റായിട്ട് സൂപ്പർ ഫാസ്റ്റിൻ്റെ വേഗത്തിൽ പോകും, ചിലപ്പം നമുക്ക് പഠിക്കണ്ടെന്ന് തോന്നും, ഉപേക്ഷിച്ച് പോകാൻ തോന്നും. അപ്പം അവരോടൊപ്പം നിൽക്കുന്ന ഒരാൾ വേണം. അതാണ് ഞങ്ങളുടെ മെൻറ്റർ എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവായിട്ട് നമ്മളൊരു മെൻറ്ററെ കൊടുക്കും. LPSAയിലെ എല്ലാ ബാച്ചിലും ഞങ്ങളങ്ങനെ മെൻറ്ററെ കൊടുത്തിട്ടുണ്ട്. ഇത്തവണയും ഉണ്ട്. 3-4 പേര് നമ്മുടെ മെൻറ്ററായിട്ടുണ്ട്. അതിൽ ആ കുട്ടികളുടെ എല്ലാം ആ മെൻറ്റർ എന്ന് പറയുന്നത് വെറുതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതുമല്ല, അവർ PSC ലിസ്റ്റിലുള്ളവരായിരിക്കും. കാരണം അവർക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. LPSA UPSAയിൽ ഞങ്ങളുടെ ആദ്യത്തെ പ്രത്യേകത ഞങ്ങളുടെ മെൻറ്റർ തന്നെയാണ്. ഏറ്റവും കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെൻറ്റേഴ്സിനെ തന്നെയാണ് ഞങ്ങൾ നിർത്താറുള്ളത്. രണ്ടാമത്, അവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ലക്ഷ്യബോധം എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങൾ ഈ ചുവട് പോലുള്ളത്, ഇവിടെ ഇത് കണ്ടോ, ചുവട് എന്ന് പറയുന്ന ഈ ബുക്ക്ലേറ്റ് നമ്മളുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ചുവടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, നേടും വരെ മനസ്സുറങ്ങാതിരിക്കാനായിട്ട്. എ പ്രോമിസ് ടു മൈസെൽഫ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇതിൽ ചുവട് എല്ലാ ബാച്ചിലും കൊടുക്കുന്നതാണ്. ഇത്തവണ ഇത് റിലീസ് കൊടുത്തു തുടങ്ങി. എൻ്റെ പേര്, എൻ്റെ യോഗ്യത, എൻ്റെ സ്വപ്ന റാങ്ക്, LPSA UPSA ടീച്ചർ ആകുന്നത് കൊണ്ട് ഞാൻ എന്ത് നേടും എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ദെൻ സിലബസിൽ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടാകും, ഇത് കൃത്യമായി മാർക്ക് ചെയ്യുക. സിലബസ് പഠിച്ചു കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ, റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യണം. അത് അങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പം നമുക്ക് തന്നെ താനെ ഒരു സന്തോഷം തോന്നും, നമ്മൾ തീർത്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പം അങ്ങനെ തീർക്കണമെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾ എന്തിൽ കൊടുക്കണം, പ്രോപ്പറായിട്ട് ഞങ്ങളുടെ ആപ്പിലുണ്ടാവണം. നല്ല ഹൈ ക്വാളിറ്റിയിൽ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഓരോ സെഷൻസും വേണ്ടതും വേണ്ടാത്തതും ഒന്നും പഠിപ്പിക്കുന്നില്ല, ആവശ്യമുള്ളതും മാത്രം. കേരള ചരിത്രം നമുക്കറിയാം, ചരിത്രം എല്ലാം കൂടെ പഠിച്ചാൽ 10 മാർക്കാണ് കിട്ടുന്നത്. അപ്പം വെറുതെ റാങ്ക് ഫെയിൽ വായിച്ചാൽ നമുക്ക് LPSA UPSA കിട്ടില്ല. അപ്പോൾ അതിനെ മനസ്സിലാക്കി തരുന്ന രീതിയിൽ ആവശ്യമുള്ള ക്ലാസ് മാത്രം. പരിഗണന കൊടുക്കേണ്ടത് സയൻസിനാണ്, GKക്കല്ല പരിഗണന കൊടുക്കേണ്ടത് സയൻസിനാണ്. അപ്പോൾ സയൻസ് എവിടുന്ന് തുടങ്ങി? സയൻസ് നമ്മുടെ SCERT തുടങ്ങി. NCERT ആദ്യത്തെ ഭാഗത്ത് കവർ ചെയ്യത്തില്ല, SCERT തുടങ്ങി. അപ്പോൾ SCERTയുടെ എന്തുണ്ട്, ചാപ്റ്റർ ലിസ്റ്റ് ഈ ബുക്കിൽ തന്നെ ചുവടിൽ തന്നെ ഞങ്ങൾ കൊടുത്തു.
ഓരോന്നിനും പഠിക്കേണ്ട ചാപ്റ്റർ ലിസ്റ്റ്. എന്നാൽ NCERT എന്തിൽ പഠിക്കണം? നമ്മുടെ GK പോർഷനിൽ, എക്കണോമിക്സിൻ്റെ പോർഷനിൽ NCERT പഠിക്കണം. +1 ചാപ്റ്റർ ഉണ്ട്, +2 ചാപ്റ്റർ ഉണ്ട്. ഗാന്ധിയൻ സ്റ്റഡീസ് പഠിക്കണം, ഹിസ്റ്ററി പഠിക്കണം, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണം. അങ്ങനെ ഓരോ ചാപ്റ്റർ ലിസ്റ്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചുവട് തയ്യാറാക്കിയത്. അപ്പോൾ കുട്ടിക്ക് ഞങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുകയാണ്. എത്ര നാളുണ്ടെങ്കിൽ LPSA UPSയിലേക്ക് നമ്മുടെ ആപ്പിലെ ക്ലാസ് കണ്ടു തീരും? ആപ്പിലെ ക്ലാസ് കാണാനായിട്ട് നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 6 മാസം മതി. ഫസ്റ്റ് റൗണ്ട് റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പോലും 6 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഉദ്യോഗാർത്ഥിക്ക്, ഏത് ലെവലിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്കും ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് ഈ റിവിഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആപ്പിലെ ക്ലാസ് ഇട്ടു. ആപ്പിലെ ക്ലാസ് ഇട്ടപ്പം അടുത്തതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചത്, നമുക്കറിയാം നല്ല അധ്യാപകരുടെ ക്ലാസ്സുകൾ കിട്ടണം. കാരണം ഇംഗ്ലീഷ് ഒന്നും നമ്മളൊരു കോമ്പറ്റിറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നമുക്കൊരു എന്തെങ്കിലും ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം തൊട്ടേ ഞങ്ങൾ ഈ ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ ആദ്യം തൊട്ടേ നല്ല അധ്യാപകരെ നിർത്തി. അതിലാണ് ശ്രീകലാ മിസ് LPSA UPSA എടുക്കാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഷൈജു സാറാണ് കണക്കെടുക്കുന്നത്, മലയാളം എടുക്കുന്നത് രേവതി ടീച്ചറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അധ്യാപകർ വന്നപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ സബ്ജക്റ്റ്, അവർ പഠിച്ച സബ്ജക്റ്റിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് നമ്മളിലേക്ക് പഠിപ്പിക്കാൻ പറ്റും. എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചവരാകണമെന്നില്ല, എല്ലാവരും കണക്ക് പഠിച്ചവരാകണമെന്നില്ല. അപ്പോൾ അവർക്ക് വളരെ സിംപ്ലിഫൈ ചെയ്ത് ഈ സബ്ജക്റ്റിനെ നമുക്ക് ലഘൂകരിച്ച് വളരെ കോഡൊക്കെ വെച്ച് പഠിപ്പിക്കാൻ പറ്റി. എന്നാൽ എല്ലാ കണക്കും അങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കണക്കിൽ SCERT പോർഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ എന്ത് ചെയ്തു? ബേസിക് പഠിച്ചു കഴിയുന്ന 6 മാസം കഴിയുമ്പോൾ അവിടെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളിലേക്ക് ഞങ്ങൾ ഈ SCERTയും ഹൈ മാത്സുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പെഡഗോജി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടെ. അത് സുജാമിസിൻ്റെ ഒരു പാർട്ടായിരിക്കും. ആ പാർട്ട് സുജാമിസ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. അങ്ങനെ സിസ്റ്റമാറ്റിക്കലി ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തപ്പം തന്നെ, LPS ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പം തന്നെ ഞങ്ങളുടെ 360 ദിവസത്തെ ടൈം ടേബിളുമായി 120 ദിവസത്തെ ടൈം ടേബിളും ഈവൻ അവസാനത്തെ ക്രാഷ് കോഴ്സിൻ്റെ വരെ ടൈം ടേബിൾ ഞങ്ങൾ റിലീസ് ചെയ്ത് സൈൻ ചെയ്തിട്ടാണ് ഈ പ്രോജക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അധ്യാപകർ 6 ക്ലാസ്സിൽ വരും. അവരെന്ത് പഠിപ്പിക്കും? അവരുടെ PPTകൾ വെരിഫൈ ചെയ്തു, അവരുടെ ക്ലാസ് നോട്ടുകൾ വെരിഫൈ ചെയ്തു, നേരത്തെ തന്നെ നമ്മൾ വെച്ചു. അപ്പോൾ ആ പ്രോജക്റ്റ് അത്രയും ഞങ്ങൾ പ്ലാൻഡ് ആയിട്ടാണ് LPSA ഇറക്കുന്നത്. ഇനിയും SCERT 6 മാസം കൊണ്ട് കംപ്ലീറ്റ് SCERTയും കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡെയിലി പരീക്ഷ കൊടുക്കാൻ ശ്രദ്ധിച്ചു. അതാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഡെയിലി പരീക്ഷകളുണ്ടായിരിക്കും. 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യുക. അങ്ങനെ ഒരാഴ്ചയിൽ ഒരു ദിവസം പഠിപ്പിച്ചതെല്ലാം മെൻറ്റർ ചോദിക്കുക. ആപ്പിൽ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ഒരു കൃത്യമായ ടൈം ടേബിൾ കൊടുത്തിട്ട് ആ കൃത്യമായ ടൈം ടേബിളിനെ ബേസ് ചെയ്ത്, ഞാനിപ്പം GKയുടെ ക്ലാസ്സിൽ കയറുകയാണെങ്കിൽ ചരിത്രത്തിൻ്റെ 4 വീഡിയോ കണ്ടിട്ട് വരിക. ആ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ലൈവ് ക്ലാസ് എടുക്കുക. അപ്പോൾ പഠിക്കാതെ വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രയോജനകരമാവില്ല. കാരണം പഠിച്ചിട്ട് വരണമെന്ന് നമ്മൾ വഴക്ക് പറയും, കുട്ടികളോട് പറയും, നിങ്ങളിത് പഠിച്ചിട്ട് വരിക. ഈ രീതിയിൽ ഡിസൈൻ ചെയ്തപ്പം ആദ്യം വളരെ ചെറിയ മാർക്ക് കൊണ്ട്, മലയാളം എനിക്കറിയില്ല, എനിക്ക് GK പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ PSC പരീക്ഷകൾ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പോലും നല്ല മാറ്റമാണ് ഒരു 3 മന്ത്സ് തൊട്ടുണ്ടാകുന്നത്. സിസ്റ്റമാറ്റിക്കലി പോകുന്നവർക്ക്. ചിലവർ ഇതൊന്നും ആയിരിക്കില്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും കൃത്യമായി ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ സിസ്റ്റമാറ്റിക്കലി പോയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? സൈക്കോളജിയും MEMഉം സയൻസും ഒക്കെ പഠിച്ച് നമ്മുടെ കട്ട് ഓഫിനുള്ളിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ ചെറിയ ബുക്ക്ലൈറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നോട്ടിനെ ആപ്പിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് സമയങ്ങളിൽ ഒരു എക്സാമിന് നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിയുമ്പം ഞങ്ങൾ റിലീസ് ചെയ്യുന്ന ബുക്കുകളാണ് ഈ സ്റ്റഡി മെറ്റീരിയൽസ്. പിന്നീട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമ്മൾ പഠിക്കണമല്ലോ, അപ്പോൾ കൊടുക്കുന്നതാണ് നമ്മുടേതായ സ്റ്റഡി മെറ്റീരിയൽസ്. പുതിയ SCERTയും പഴയ SCERTയും എല്ലാം കൂടിച്ചേർന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആയിരിക്കും. പിന്നീട് അതുപോലെ തന്നെ പലപ്പോഴും പറയാറുണ്ട്, LPSA UPSA പല പരീക്ഷകൾ നടക്കാറുണ്ട്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആ LPSA UPSA മാത്രമല്ല, തമിഴ് മീഡിയത്തിൽ നടന്നാലും കന്നഡ മീഡിയത്തിൽ നടന്നാലും അതുപോലെ തന്നെ പലവിധ PSC പരീക്ഷകളിൽ നടക്കുന്ന GK ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇവയെല്ലാം കൃത്യമായി കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഞങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കുകൾ. അതാണ് ഏറ്റവും വലിയ 2 ലക്ഷത്തിൽ പരം ക്വസ്റ്റ്യൻസ് ഞങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്. പലവിധ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ്, അത് ഓൺലൈനിലാണ്. അതിൻ്റെ LPSAയുടെ മാത്രം ഒരു പ്രിൻ്റ് ഔട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. LPSA പ്രിൻ്റ് ഔട്ടുകൾ ഇതേപോലെ തന്നെ സൂക്ഷിക്കാറുണ്ട്. ഈ 2 ലക്ഷത്തിൽ പരം ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ
പല വർഷങ്ങളിലായിട്ട് നടന്ന കേറ്ററ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൻ്റെ പെഡഗോജി പാർട്ട്, സീറ്ററ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൻ്റെ പെഡഗോജി പാർട്ട്, ഇങ്ങനെയൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മുടെ റെഫറൻസിന് വേണ്ടി നമ്മൾ സൂക്ഷിക്കുന്ന മെറ്റീരിയൽസ് ആണ്. അതൊക്കെ നിങ്ങളിലേക്ക് എത്തും. അപ്പം ഇങ്ങനൊരു ക്ലിയർ പിക്ചറിലൂടെ പോകുമ്പം നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ക്ലാരിറ്റി ആയിട്ട് ഇത് പഠിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഗ്രാജ്വലി അവരുടെ ഒരു പെർഫോമൻസ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഹൈബ്രിഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ നടത്താൻ ശ്രമിക്കാറുണ്ട്. കുട്ടികളെ നേരിട്ട് കാണുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് എങ്ങനെയുണ്ടെന്ന് ഈ ക്ലാസ് കൊണ്ട് പ്രയോജനകരമാണോ എന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ ഞങ്ങൾ ക്ലാസ്സുകളിലേക്ക് എത്താറുണ്ട്. അപ്പം LPSA, UPSA, CC എന്ത് നൽകുന്നു എന്നുള്ളതിന് എനിക്ക് തോന്നുന്നു ഞാനത് പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലായി കാണും. കംപ്ലീറ്റ് സിലബസും കംപ്ലീറ്റ് ക്ലാസ്സുകളും നല്ല റിസൾട്ടും വേണോ, നല്ല അധ്യാപകരോടൊപ്പം പഠിക്കണോ, തീർച്ചയായിട്ടും CC മൊബൈൽ ആപ്പ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പുതിയ ബാച്ചിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനിയും അവസരമില്ല, എങ്ങനെ പഠിക്കും എന്നൊക്കെ ആലോചിക്കുന്നവരോട് ഞാൻ പറയുന്നു, അടുത്ത വർഷങ്ങൾ നിങ്ങളുടേതാണ്. നിങ്ങൾ പ്രയത്നിക്കുക, എന്നിട്ട് ലിസ്റ്റിലുണ്ടാകുക, നല്ലവണ്ണം പ്രയത്നിക്കുക. അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമായിരിക്കും. വീണ്ടും കാണാം. നന്ദി. ഇത്രയും പേര് CCയിലെ കുട്ടികളാണ്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ CC ചൂസ് ചെയ്തു? ഞാൻ CCയെ സെലക്ട് ചെയ്യാൻ കാരണം ടെറ്റ് എനിക്ക് ക്വാളിഫൈഡ് ആയത് CCയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. അതിന് മുമ്പേ ഒരു 6-7 പ്രാവശ്യം ഞാൻ ടെറ്റ് എഴുതിയതാ, കിട്ടിയില്ല. യൂട്യൂബിൽ നോക്കി, പിന്നെ ചെറിയ ക്ലാസ് 1-2 ക്ലാസ്സിലൊക്കെ പോയി പൈസ കൊടുത്ത് കയറിയിട്ട് ഫെയിലായി പോയതായിരുന്നു. പക്ഷെ CCയിൽ കയറി അത് ലാസ്റ്റ് മിനിറ്റിൽ അതിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിലുള്ളത് പഠിച്ച് എന്തോ അതിലെന്നെ കിട്ടും ചെയ്തു. ഇതിൽ വന്ന സമയത്ത് ഹസ്ബൻഡാണ് പറഞ്ഞത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ആദ്യം CCയിലല്ലേ കിട്ടുക, അതിലെന്നെ ട്രൈ ചെയ്തോ എന്ന്. വേറെ ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി തന്നെ പറയാം. ഞാൻ കറക്റ്റായിട്ട് എന്ത് ഫോളോ ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ പഠിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യും. ഇനി അഥവാ ഉഴപ്പാൻ തീരുമാനിച്ചാൽ വിടൂല. കേട്ടിട്ട് എഴുതി എനിക്ക് ഷുവറായിരുന്നു കിട്ടുമെന്ന്. CC ഗൈഡൻസ് പ്രോപ്പറായി കിട്ടിയതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ കേട്ടിട്ട് ക്ലാസ് യൂട്യൂബിൽ ഈ ചാനലിൽ നോക്കിയിട്ടാണ് കണ്ടത്. അപ്പം എനിക്ക് ആദ്യത്തിൽ തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. ആ ഒരു കോൺഫിഡൻസിൽ ചെയ്തു. കേട്ടിട്ട് കാറ്റഗറി 1 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വഴിയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ക്ലാസ് എല്ലാം അവരുടെയായിരുന്നു റെഫർ ചെയ്തതും കാര്യങ്ങളും. വേറൊരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലും ജോയിൻ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം LP-UP ആയാലും ഞാൻ ജോയിൻ ചെയ്തിട്ട് ആകെ ഒരു 1 ഇയർ ആവുന്നേ ഉള്ളൂ. ലൈവ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കാണാറുണ്ട്. നല്ല അടിപൊളി ക്ലാസ് കാര്യങ്ങളൊക്കെയാണ്. മനസ്സിലാവാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കോമ്പറ്റേറ്റീവ് ക്ലാസ്സിൽ 1 വർഷമായിട്ട് കൂടെയുണ്ട്. ക്ലാസ്സുകളെല്ലാം ഭയങ്കര സൂപ്പറാണ്. പ്രത്യേകിച്ച് ഷാജു സാറിൻ്റെ മാത്സും ആശാ മിസ്സിൻ്റെ കറണ്ട് അഫയേഴ്സും ശ്രീകല മിസ്സിൻ്റെ ഇംഗ്ലീഷും എല്ലാം ഭയങ്കര സൂപ്പർ ക്ലാസ്സുകളാണ്. എനിക്ക് കേട്ടറ്റും സീറ്ററ്റും ഇതിലൂടെയാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചൂസ് ചെയ്യാൻ കാരണം. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കിൻ്റെ ക്രാഷ് കോഴ്സ് വളരെ അടിപൊളിയാണ്. അതിലൂടെയാണ് എനിക്ക് സീറ്ററ്റും കേട്ടറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ 3 വർഷമായിട്ട് CCൻ്റെ കൂടെ ഉണ്ട്. കേട്ടറ്റ് ഫസ്റ്റ് എനിക്ക് കിട്ടിയത് CC വഴിയാണ്. ഞാൻ 17 വർഷത്തിന് ശേഷമാണ് TTC കഴിഞ്ഞിട്ട് ഞാൻ കേട്ടറ്റ് എഴുതുന്നത്. ഫസ്റ്റായിട്ട് കിട്ടി. ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ LP-UPൻ്റെ കൂടെ ചേർന്നത്.